എൻ്റെ അടുത്തെത്തുന്നിടം വരെ ഇതിങ്ങനെ ശാന്തമായി വരുന്നുണ്ട്. എൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരെ അത് എനിക്ക് നേരെ ഒന്ന് തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്കിയതിന് ശേഷം അത് 2 പ്രാവശ്യം അമറി 2 തുള്ളി കണ്ണുനീരതിൻ്റെ കണ്ണിൽ നിന്ന് താഴോട്ട് വീണു. അന്നേരമാണ് പഹൽഗാം ഇത് വരുന്നത്. ഞങ്ങൾ 22-ന് ഇവിടെ സംഭവം നടക്കുന്നു, പോണോ വേണ്ടയോ എന്നുള്ള ഇത് നിൽക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പൊക്കോ, പക്ഷേ ഒരു കാര്യം ചെയ്യണം, നീ ബെനഡിക്റ്റൻ കാശിരും എടുത്തുകൊണ്ട് പോകണം. അവിടെ പോകുന്ന സ്ഥലത്തിലെല്ലാം നീ ആ കാശിരും അവിടെ ഇടണം. ഇങ്ങനെ കരഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞും തിരിഞ്ഞും കിടന്ന് കരയാണ്. അപ്പോൾ ഞാൻ കിടക്കുന്നതിന് നേരെ മുകളിലാണ് ഈശോയുടെ രൂപക്കൂടി ഇരിക്കുന്നത്, നിലത്താണ് കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ എൻ്റെ വലത്ത് സൈഡിൽ ആരോ ഒരാൾ വന്നിരിക്കുന്നു. എൻ്റെ പേര് എൽസി. ഞാൻ ഇരിക്കൂർ താമസിക്കുന്നു. ഞാൻ കോട്ടൂർ ഇടവകയാണ്. ചമ്മന്തൊട്ടിയാണ് പഠിച്ചത്. ഞാൻ 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇരിക്കൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് പ്രീ ഡിഗ്രി ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം സിവിൽ എഞ്ചിനീയറിങ്ങിന് കഴിഞ്ഞു. ITIയിൽ ക്ലാസ് എടുക്കാൻ കയറി. 91 മുതൽ ഞാൻ ഗവൺമെൻറ് സർവീസിൽ പോയി. 2014 വരെ ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കണമെന്നൊക്കെ വിചാരിച്ച ഒരാളാണ്. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ജോലി കിട്ടുമ്പോഴത്തേക്കും ഞാൻ ഈശോയെ ശരിക്കും അറിഞ്ഞു. ഈശോയുമായിട്ടൊരു നല്ലൊരു ബന്ധത്തിൽ ആയി. ആ സമയം കല്യാണത്തിന് ഒരുപാട് പ്രപ്പോസൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ സൗന്ദര്യവും പണവും കണ്ടിട്ടാണ് ഇപ്പം ഇത്രയും വരുന്നത്. ഈ സൗന്ദര്യം ഒന്ന് എടുത്തു കളയുകയാണെങ്കിൽ ഞാൻ നിൻ്റെ പുറകെ നടന്നോളാം. ശരിക്കും പറഞ്ഞാൽ 6 മാസം കൊണ്ട് തന്നെ ഈ മുകളിലെ കുറച്ച് ഭാഗം നല്ലോണം നരച്ചു. പിന്നീടത് ഫുള്ളായിട്ട് നരച്ച് കിട്ടി. അത് അന്ന് മതി. ശരിക്കും പറഞ്ഞാൽ ഒരു 33 വയസ്സ് 34 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. കുർബാന ഒരു ദിവസവും മുടങ്ങാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പോകുമ്പോഴും ഒരു ചെറിയൊരു കുന്നുണ്ട്. കുന്ന് കയറി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തി. ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ കാണുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു മൂരി, അതായത് കാള അറക്കാൻ വേണ്ടി 2 പേര് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ അടുത്തെത്തുന്നിടം വരെ ഇതിങ്ങനെ ശാന്തമായി വരുന്നുണ്ട്. എൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരെ അത് എനിക്ക് നേരെ ഒന്ന് തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്കിയതിന് ശേഷം അത് 2 പ്രാവശ്യം അമറി 2 തുള്ളി കണ്ണുനീരതിൻ്റെ കണ്ണിൽ നിന്ന് താഴോട്ട് വീണു. അത്രയായപ്പോൾ തന്നെ ഇവർ ഈ കാളയോട് എന്നെ അങ്ങോട്ട് മുന്നോട്ട് നയിച്ചു. മുന്നോട്ട് പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. അതാദ്യമായി എന്നോട് ചോദിക്കുകയാണ്, നീയും ബലിയർപ്പിക്കാൻ പോകുന്നു, ഞാനും ബലിയർപ്പിക്കാൻ പോകുന്നു. നിൻ്റെ ബലിയും എൻ്റെ ബലിയും തമ്മിലുള്ള എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? ഞാൻ അർപ്പിക്കാൻ പോകുന്ന ബലിയിൽ എൻ്റെ മരണമാണ്. അത് ഞാൻ ശാന്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിനക്ക് നിൻ്റെ മരണത്തെ ഇങ്ങനെ കാണാൻ കഴിയുമോ? പിന്നീട് അത് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ദൈവം ഞങ്ങളുടെ കൂട് തിരഞ്ഞെടുത്ത് ജനിച്ചത്? എന്തുകൊണ്ടാണ്? മനുഷ്യപുത്രൻ ബലിയർപ്പിച്ചതുപോലെയാണ് ഞാൻ ബലിയർപ്പിക്കാൻ പോകുന്നത്. യാതൊരുവിധ പരിഭ്രമവുമില്ല, പരാതിയുമില്ല. മനുഷ്യപുത്രൻ എങ്ങനെ ചെയ്തോ അങ്ങനെയാണ് ഞങ്ങളുടെ ശരീരം ഭക്ഷണമായി നൽകുകയാണ് ചെയ്യുന്നത്. എന്ത് മുറിവാണ് നിനക്കുള്ളത്? ഇപ്പം ഞാൻ ഓർക്കുകയാണ്, കുർബാനയുടെ സമയത്ത് നിൽക്കുമ്പോഴെല്ലാം ഞാൻ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ ബലിയർപ്പിക്കുന്നു, രാവിലെ ബലിയർപ്പണം കഴിഞ്ഞു, ഞാൻ എൻ്റെ കാര്യം ചെയ്യാൻ പോകുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ എനിക്ക് വലിയൊരു വേദനയോ വിഷമമൊന്നുമില്ല. ഞാൻ വിചാരിക്കുകയാണ്, ഈ സമയത്ത് അതിൻ്റെ ശരീരത്തിലെ തൊലിയെ ഉരിഞ്ഞു മാറ്റുന്നുണ്ട്. ഞാൻ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ആ രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങളിങ്ങനെ ഉരിഞ്ഞു മാറ്റുമ്പോൾ അവിടെ നിന്ന് അനുഭവിച്ച ആ വേദന അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. കണ്ണുനീര് നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് കരയാതിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെയായിരുന്നു അന്ന് കൂടിയത്.
വിശുദ്ധ കുർബാന കിട്ടിയില്ലെങ്കിൽ എനിക്കന്ന് ഭക്ഷണം കിട്ടാത്തതിനേക്കാൾ ഭയങ്കരമായ ഒരു അനുഭവമാണത്. അത് സഹിക്കാൻ പറ്റിയല്ല. വിദേശത്തൊക്കെ പോയ സമയത്തായാലും ഏതെങ്കിലും വൈദികരുടെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും കുർബാന ചൊല്ലും. അതുപോലെ ഇപ്പം ഞാൻ ജമ്മു കാശ്മീരിൽ പോയി. അന്നേരമാണ് പഹൽഗാം ഇത് വരുന്നത്. ഞങ്ങൾ 22-ന് ഇവിടെ സംഭവം നടക്കുന്നു, പോണോ വേണ്ടയോ എന്നുള്ള ഇത് നിൽക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പൊക്കോ, പക്ഷേ ഒരു കാര്യം ചെയ്യണം, നീ ബെനഡിക്റ്റൻ കാശിരും എടുത്തുകൊണ്ട് പോകണം. അവിടെ പോകുന്ന സ്ഥലത്തിലെല്ലാം നീ ആ കാശിരും അവിടെ ഇടണം. അതുപോലെ തന്നെ നീ 101 ജപമാല ചൊല്ലിയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി കാശിരവും മേടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോയി. ആ പോകുന്ന പൊക്കെ അച്ഛൻ ഞങ്ങളും ഓരോ സ്ഥലത്ത് കുർബാന അർപ്പിച്ചു. ഇതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോയി. പറഞ്ഞിടത്തൊക്കെ ഞാൻ ബെനഡിക്റ്റൻ കാശിരും ഇട്ടു. എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഏറ്റവും പുറകിലും നടക്കും. ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടേ നടന്നുകൊണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ 101 ജപമാല നടത്തി തിരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലെത്തി. ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് ഫ്ലൈറ്റ് കയറുന്ന സമയത്താണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കാശിരും എന്തിനാണ് ഇടുന്നേ? അന്നേരം പറഞ്ഞു, ഹിറ്റ്ലർ യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്ത സമയത്ത് അവിടെ ഒരു വലിയ ഹാളിൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. അന്നേരം മാർപ്പാപ്പ 4 അച്ഛന്മാരെ വിളിച്ചിട്ട് ഈ ബെനഡിക്റ്റൻ കാശിരും കൊടുത്തിട്ട് ആ 4 മൂലയ്ക്ക് പോയി നിന്ന് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ചു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഏതായാലും ഹിറ്റ്ലറിന് ആ പ്രസംഗം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അങ്ങനെ പ്രസംഗത്തിൻ്റെ സമയത്ത് പകുതിയായപ്പം ബോധം കെട്ട് വീണു. അതോടെ ആ പരിപാടി നിർത്തി. അനേകായിരം യഹൂദരാണ് അന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ബെനഡിക്റ്റൻ കാശിരും വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ തിന്മയുടെ ശക്തി വിട്ടുപോകുന്നുള്ള വലിയൊരു അറിവ് എനിക്കുണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം ഒരു പുസ്തകത്തിൽ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. വിവേകാനന്ദൻ പരമഹംസരുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, വിവേകാനന്ദൻ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പരമഹംസർ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? നിന്നെപ്പോലെ ഇരിക്കുന്നു. അതിനെന്ത് വേണം? നീ പോയി ഇങ്ങനെ 3 ദിവസം കണ്ണടച്ച് ഇരുന്ന സ്ഥലത്തിരുന്ന് വെള്ളം ഒന്നും കുടിക്കാതിരുന്ന് തപസ് ചെയ്തോ. അപ്പോൾ പക്ഷേ എന്ത് വന്നാലും കണ്ണ് തുറക്കരുത്. ആ സമയത്ത് അയാൾ പോയി ധ്യാനിക്കുന്ന സമയത്ത് അയാളുടെ മേത്ത് കൂടെ വലിയ പാമ്പ് എഴയുന്ന അയാൾക്ക് അറിയുന്നുണ്ട്. പക്ഷേ അയാൾ കണ്ണ് തുറന്നില്ല. അയാളുടെ ഗുരു പറഞ്ഞ അയാൾ കേട്ടു. ഇങ്ങനെ ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതറിയാവുന്ന കണ്ടപ്പോൾ ഞാനും ഇങ്ങനെ ഉപവാസം എടുക്കാൻ തുടങ്ങി. അതായത് ഞാനൊരു 8 നോയമ്പിനാണ് ഉപവാസം എടുക്കാൻ തുടങ്ങിയത്. 8 ദിവസവും ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ കൺസെപ്റ്റ് ഇത് മാത്രമാണ്, എനിക്കൊന്ന് ദൈവത്തെ കാണണം, എനിക്കൊന്ന് ദൈവത്തെ കാണണം, എനിക്കൊന്ന് ദൈവത്തെ കാണണം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെയും ഒരാഗ്രഹം. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ഒരു ദിവസം ഞാൻ വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത്, ഞാനൊരു ചെറിയൊരു കുന്നിൻ്റെ ഒരു സൈഡിലാണ് താമസിക്കുന്നത്. ഞാൻ പുറത്തോട്ട് സന്ധ്യാസമയത്ത് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് തിരുഹൃദയത്തിൻ്റെ രൂപം ഒരു പർവ്വത സമാനമായിട്ടാണ് കാണുന്നത്. അത്ര വലിപ്പത്തിൽ, നമ്മൾ രൂപത്തിൽ കാണുന്നതല്ല, ഒരു മലയുടെ വലിപ്പമല്ല, ഒരു വലിയ പ്രദേശം നിറച്ച് ആ ഈശോ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്ന കാണുന്നു. എനിക്കൊരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുന്നില്ല. ഞാൻ കണ്ണുമിക്കാതെ, അതും ഞാൻ ദർശനമല്ല, ഈ തുറന്ന കണ്ണി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവം എൻ്റെ ശരീരത്തിൽ മുഴുവൻ അനങ്ങാൻ പറ്റാത്ത. ഞാൻ അന്നേരം പറഞ്ഞു, ഈശോയെ മതി, ഈശോയെ മതി മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു അനുഭവം ഈ പറഞ്ഞ മാതിരി എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായി. മനുഷ്യരുമായിട്ടുള്ള ഞാൻ ബന്ധം എത്രത്തോളം കുറച്ചോ അത്രത്തോളം സമയം ഈശോ എന്നോട് ഒത്തിരി അടുക്കുന്ന കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഞാൻ ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലേ ഈശോയെ അതെന്താ ഇതെന്താ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം ചോദിച്ചു, ഈ വിശുദ്ധ കുർബാന എന്താ റൗണ്ടിലിരിക്കുന്നതെന്ന്, വട്ടത്തിരിക്കുന്ന എന്നാന്ന്. അതിനെന്തരയോ ഈ ലോകത്ത് എന്തെല്ലാം മനോഹരമായ ഷേപ്പുകളുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് എന്തിനാണ് ഈ വട്ടത്തിലിരിക്കുന്നതെന്ന്. അപ്പോൾ ഈശോനോട് പറഞ്ഞു, നീ ഒരു ലേശം അരിപ്പൊടി എടുത്ത് ഇങ്ങനെ ചുരുട്ടി പിടിക്കാൻ പറഞ്ഞു. ഞാനത് ചുരുട്ടി പിടിച്ചു. ഇനി 2 കൈ കൊണ്ട് അതിങ്ങനെ ഉരുട്ടാൻ പറഞ്ഞു. ഞാനത് ഉരുട്ടി. എന്നിട്ട് നിൻ്റെ അടുത്ത കയ്യിൽ അത് വെക്കാൻ പറഞ്ഞു. ഞാനത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു കണ്ണ്, മൂക്ക്, ഒരു മനുഷ്യൻ്റെ രൂപം അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ അരിപ്പൊടി കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ രൂപം അവിടെ ഉണ്ടാക്കി. കണ്ണും കാലും, 2 കാലും 2 കൈയും തലയും എല്ലാം, കണ്ണ് മൂക്കെല്ലാം ഞാൻ ആ അരിപ്പൊടിയെ തന്നെ കൈ കൊണ്ട് തന്നെ ചെയ്ത് വെച്ച്
ചെയ്തു കഴിഞ്ഞതിന് ശേഷം നീ അതിൻ്റെ തലയിൽ പിടിച്ചിങ്ങനെ അമർത്താൻ പറഞ്ഞു. ഞാനിങ്ങനെ തന്നെ അമർത്തി കഴിഞ്ഞിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞപ്പം അത് റൗണ്ട് ഷേപ്പായിരുന്നു. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഞാൻ തന്നെ, എൻ്റെ ഫുള്ള് ഒരു മനുഷ്യനായി ഞാൻ ജനിച്ച് ആ മനുഷ്യൻ എങ്ങനെ ആകുന്നോ ആ മനുഷ്യൻ ഇങ്ങനെയൊന്ന് അമർത്തിയാൽ ഒരു പൂർണ്ണ രൂപമാണ്. അപ്പോൾ എന്നെ തന്നെയാണ് നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായിട്ട്, അപൂർണമായിട്ടല്ല, പൂർണ്ണമായിട്ടാണ്. ഞാൻ പോയി ഈശോയുടെ അടുത്തിരുന്നിട്ട് കരഞ്ഞ് കുമ്പസാരിക്കും. അത് കഴിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കും. അത് കഴിയുമ്പോൾ കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു ദൈവിക അനുഭവവും ദൈവാനുഭൂതിയും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. ഈ അനുഭവിക്കാത്ത ഒരാൾക്കും അത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ പെട്ടെന്ന് ഇമോഷനാകുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് എനിക്ക് സങ്കടം വരും. ആരെങ്കിലും എന്നെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം പറയുന്നത് ഞാൻ നല്ല കുട്ടിയാണെന്നാണ് എൻ്റെ വിചാരം. അതുപോലെയാണ് എനിക്ക് എന്നെപ്പറ്റി ആരും ഒരു ഇത് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരു ഓഫീസിൽ നിന്ന് ലേശം നേരത്തെ എഴുതുമ്പോൾ അവിടെ ഇരുന്ന ക്ലർക്ക് കൂടെ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു, എൽസി പോവുകയാണോ, ഞാനും കൂടെ വരുന്നതെന്ന് പറഞ്ഞു. അവരും എൻ്റെ കൂടെ ബാഗ് എടുത്തിറങ്ങി. പെട്ടെന്ന് ഇങ്ങേര് പറഞ്ഞു, നിങ്ങൾ നേരത്തെ പോകുന്നു, പിന്നെ അവരെയും കൂടെ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചു. എനിക്കങ്ങോട്ട് സങ്കടം വരാൻ തുടങ്ങി. ഞാനങ്ങ് കരയാൻ തുടങ്ങി. എന്നാലും എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞില്ലേ. ഞാൻ വന്ന് രാത്രി കുരിശ് വരെ ഭക്ഷണം കഴിച്ചു, എന്നിട്ടൊന്നും എൻ്റെ കരച്ചിൽ മാറുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. എന്നാലും പറഞ്ഞില്ലേ. ഇതന്നെയാണ് എൻ്റെ മനസ്സിൽ. ഇങ്ങനെ കരഞ്ഞ് രാത്രി 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞും കിടന്ന് കരയാണ്. അപ്പോൾ ഞാൻ കിടക്കുന്നതിന് നേരെ മുകളിലാണ് ഈശോയുടെ രൂപക്കൂടി ഇരിക്കുന്നത്, നിലത്താണ് കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ എൻ്റെ വലത്ത് സൈഡിൽ ആരോ ഒരാൾ വന്നിരിക്കുന്നു. ഒരു മയക്കത്തിൽ ഞാൻ കാണുക. ഇങ്ങനെ വന്നിരുന്നിട്ട് വലത്തെ കൈ എൻ്റെ തലയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ, സാരമില്ല മോൾ ഉറങ്ങിക്കോ എന്ന് പറയുന്നു. ഇത് പറയുമ്പം ഞാൻ കണ്ണ് തുറന്ന് നോക്കുകയാണ്. ഈ മയക്കത്തിൽ നിന്ന് ഞാൻ കണ്ണ് ശരിക്കും തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാം എൻ്റെ അടുത്തിരിക്കുന്ന ആളെ. അയാൾ നല്ല വെളുത്ത്, അതിനപ്പുറത്തോട്ട് ആളുടെ രൂപമോ മുഖമോ ഒന്നും കാണുന്നില്ല, മൊത്തം വെളുത്ത ഒരാളിരിക്കുന്നതായിട്ട് എനിക്ക് ശരിക്കും ഞാൻ കണ്ണ് തുറന്ന് കാണുന്നു. പക്ഷേ എനിക്ക് കൈ അനക്കത്തില്ല, കാലനക്കത്തില്ല, തലയനക്കത്തില്ല, കണ്ണനക്കത്തില്ല. ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ രൂപം ഒരു 3 അടി അങ്ങ് പൊങ്ങിയിട്ടൊരു പുക പോലെ അങ്ങ് പൊങ്ങിപ്പോയി. എനിക്കതോടുകൂടി ആരെന്തെന്നെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു അനുഭവമായി. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.